ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. കർത്താവിൻ്റെ വീണ്ടും ഒരു പ്രാവശ്യം രാവിലെയോട് നമുക്കിപ്രകാരം ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരുന്നത്. അതിൻ്റെ 18-ാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 19, 20, 21 ഈ 3 വാക്യങ്ങളിൽ നാം കാണുന്നത് ജോസഫ് കംഫോർട്ട് ഹിസ് ബ്രദേഴ്സ്. ജോസഫ് തൻ്റെ സഹോദരന്മാരെ ആശ്വസിപ്പിക്കുന്ന സംഭവമാണ് കാണുന്നത്. അല്ലെങ്കിൽ ആത്മീയ അർത്ഥത്തിൽ നമുക്ക് പറഞ്ഞാൽ ഹോപ്പ് ഈസ് ഓൺലി പോസിബിൾ ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ് സഫറിങ് ആൻഡ് ഡെത്ത്. നമുക്ക് ആശ നമ്മുടെ ജീവിതത്തിൽ, പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ മരണവും ആണ്. ഈ 3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 19, 20, 21 വാക്യം. ജോസഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ? നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. അവർ ഭയപ്പാടോടുകൂടെയാണ് കഴിഞ്ഞ ദിവസം നാം കണ്ടത്. എന്നാൽ ഇവിടെ നാം അവിടെ പറയുകയാണ്, ഭയപ്പെടേണ്ട, നിങ്ങളെ ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി. ഈ 3 വാക്കുകൾ തന്നെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ്. ഭയപ്പെടേണ്ട, ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി. ഈ ഭയപ്പെട്ടിരിക്കുന്ന ഈ സഹോദരന്മാർക്ക് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? പ്രിയ വിശ്വാസികളെ, നാമും ഈ ഭൂമിയിൽ ഭയത്തോടും വിറയലോടും ഇരിക്കുമ്പോൾ നമ്മുടെ നല്ല ജോസഫായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മോടും ഇത് തന്നെയാണ് പറയുന്നത്, ഭയപ്പെടേണ്ട. 365 പ്രാവശ്യത്തിൽ കൂടുതൽ വേദപുസ്തകത്തിൽ ഭയപ്പെടേണ്ട എന്നും അതിനോട് അനുരൂപമായ വാക്കുകളും ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും ദൈവം നമുക്ക് ഈ ദൂത് നൽകിക്കൊണ്ടിരിക്കുകയാണ്, ഭയപ്പെടേണ്ട. മാത്രമല്ല, അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. കർത്താവിൻ്റെ വാക്കുകൾ നമുക്ക് വളരെ ആശ്വാസമാണ്. ലാവണ്യ വാക്കുകളാണ് നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്നത്. നമ്മളെ അധൈര്യമുള്ളതായ സ്ഥാനത്ത് ധൈര്യപ്പെടുത്തുവാൻ, ദുഃഖവും നെടുവീർപ്പുകളുമുള്ള സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ മതിയായ വാക്കുകളാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ലാവണ്യ വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നാം കാണുന്നത് ജോസഫ് അവരോട് സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ? ആം ഐ ഇൻ ദ പ്ലേസ് ഓഫ് ഗോഡ്? ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ ഇരിക്കുന്നത്? ഇവിടെ ജോസഫ് ആദ്യമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, താൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് അല്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദൈവമാണ്, അല്ലാതെ ജോസഫിൻ്റെ എന്തെങ്കിലും ഇതുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുവാനായിട്ട് സാധിക്കില്ല. ദൈവമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് ജോസഫ് പറയുന്നത്. പ്രതികാരം ചെയ്യുക എന്നുള്ളത് ജോസഫിൻ്റെ ജോലിയല്ല. നമുക്കറിയാം, ദൈവവചനത്തിൽ നാം കാണുന്നുണ്ട്, പ്രതികാരം യഹോവയ്ക്ക് ഉള്ളതാകുന്നു. ദാവീദിൻ്റെ ജീവിതത്തിലും നമുക്ക് കാണാം, ശൗലിനോട് പ്രതികാരം തീർക്കുവാൻ അനേക ചാൻസുകൾ തൻ്റെ ജീവിതത്തിൽ വന്നിട്ടും ഒരിക്കലും താൻ ദൈവത്തിൻ്റെ ആ ദാസനായ ശൗലിനോട് പ്രതികാരം ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. പ്രതികാരം യഹോവയ്ക്ക് വിട്ടുകൊടുക്കുക. നമുക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും നാം യഹോവയ്ക്ക് ആ കാര്യങ്ങൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നിശ്ചയമായും ദൈവം അവിടെ പ്രവർത്തിക്കും. ദൈവം ഈ സഹോദരന്മാരെ
ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഉപകരണമായിട്ട് എടുക്കുവാൻ ഏറ്റവും അനുയോജ്യമായത് ജോസഫ് തന്നെയാണ്. എന്നാൽ ജോസഫിനെ ആ രീതിയിൽ അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജോസഫിനെ ദൈവമാണ് ഒരു ഉപകരണമാക്കി തീർക്കേണ്ടത്. പ്രതികാരം ചെയ്യേണ്ടതിന് വേണ്ടി അനേക ഉപകരണങ്ങളെ, അനേക സാധനങ്ങളെ, അനേകരെ ദൈവം ആ സ്ഥാനത്ത് എടുത്ത് എഴുന്നേൽപ്പിക്കാറുണ്ട്. നാം ഒരിക്കലും പ്രതികാരം ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാനുഷിക വീക്ഷണത്തിൽ നാം നോക്കുമ്പോൾ ജോസഫിന് അവർക്ക് എതിരായിട്ട് പ്രവർത്തിപ്പാൻ, അവർക്ക് എതിരായിട്ട് പ്രതികാരം ചെയ്യുവാൻ ഉള്ള എല്ലാ യോഗ്യതകളുമുണ്ട്. കാരണം അവരതുപോലെയാണ് ജോസഫിനോട് ചെയ്തത്. എന്നാൽ അവന് അറിയാമായിരുന്നു ദൈവത്തെ. മാത്രമല്ല അവൻ ദൈവമല്ല എന്നുള്ള ഒരു കാര്യവും അവൻ മനസ്സിലാക്കി. രണ്ട് കാര്യങ്ങൾ അവൻ മനസ്സിലാക്കി. ഒന്ന്, ദൈവത്തെ അവൻ നന്നായി അറിഞ്ഞു. മാത്രമല്ല ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരിക്കലും അവൻ ആയിരിക്കുകയില്ല എന്നുള്ളതായ കാര്യവും യഥാർത്ഥമായ രീതിയിൽ അറിഞ്ഞ വ്യക്തിയാണ് ജോസഫ്. മാത്രമല്ല അങ്ങനെയുള്ളതായ ആ പ്രതികാരം ചെയ്യുവാൻ ജോസഫിന് ഒരിക്കലും സാധിക്കുകയില്ല. അത് ദൈവത്തിൻ്റെ ഭാഗത്തുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തല്ല, ദൈവമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്കോട് എന്തെങ്കിലും പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങൾക്കെതിരായിട്ട് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് ജോസഫ് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. പ്രിയവിശ്വാസികളെ, എത്ര നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വഭാവം ജോസഫിൻ്റെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജോസഫിലൂടെ നമ്മുടെ കർത്താവിൻ്റെ ഒരു ചിത്രവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നല്ല ഒരു ജോസഫായിട്ട് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സ്വഭാവം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഈ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നാം ഈ ജോസഫിൻ്റെ സഹോദരന്മാരെ പോലെ ദൈവത്തിനെതിരായിട്ട് നാം പ്രവർത്തിച്ചവരായിരുന്നു. ദൈവത്തിന് നാം ശത്രുക്കളായിരുന്നു. എന്നാൽ ദൈവം നമ്മോട് ഒരു പ്രതികാരവും ചെയ്യാതെ നമ്മോട് കാണിക്കേണ്ട പ്രതികാരം മുഴുവനും ആ കാൽവരി ക്രൂശിൽ ഒരു പാപിയായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കണക്കാക്കി കർത്താവിൻ്റെ മേൽ ചൊരിയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവിൻ്റെ മേൽ വലിയവനായ ദൈവം പാപികളുടെ എല്ലാ പ്രതികാര ശിക്ഷകളും കൊടുത്തപ്പോൾ നാം ഇന്ന് ഫ്രീ ഉള്ളവരായി തീർന്നു, നാം സ്വാതന്ത്ര്യമുള്ളവരായി തീർന്നു. അതുകൊണ്ട് ഈ നല്ല ജോസഫിനായിരിക്കുന്ന കർത്താവിനെ നമുക്ക് സ്നേഹിച്ചുകൊണ്ട്, അവനെ വാഴ്ത്തിക്കൊണ്ട്, അവനെ ആരാധിച്ചുകൊണ്ട്, അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ വലിയവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.